അജിത് പവാറിന്റെ വിയോഗത്തിന് പിന്നാലെ പാർട്ടി പിടിച്ചെടുക്കാൻ നടക്കുന്ന പുതിയ കരുനീക്കങ്ങൾ സഖ്യ സർക്കാരിന് തലവേദനയാകുന്നു. അജിത് പവാറിന്റെ വിയോഗം സൃഷ്ടിച്ച രാഷ്ട്രീയ ശൂന്യതയ്ക്ക് പിന്നാലെ മഹാരാഷ്ട്ര എൻസിപിയിൽ ആഭ്യന്തര കലകം രൂക്ഷമാകുകയാണ്. പാർട്ടി അധ്യക്ഷയും ഉപമുഖ്യമന്ത്രിയുമായ സുനേത്ര പവാറിനെതിരെ മുതിർന്ന നേതാക്കളായ പ്രഫുൽ പട്ടേലും സുനിൽ തത്കറയും അണിയറയിൽ പുതിയ ചാണക്യതന്ത്രങ്ങൾ മെനയുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അർദ്ധരാത്രിയിലെ ചില രഹസ്യ കൂടിക്കാഴ്ചകളാണ് പാർട്ടിയെ പുതിയ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്നത്. വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഔദ്യോഗിക വസതിയായ വർഷയിൽ നടന്ന അർദ്ധരാത്രിയിലെ കൂടിക്കാഴ്ചയാണ്. പ്രഫുൽ പട്ടേലും സുനിൽ തൽക്കറയും പാർട്ടി അധ്യക്ഷയായ സുനേത്ര പവാറിനെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിയാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. ശരത് പവാർ പക്ഷത്തെ പ്രമുഖ നേതാവ് ജയന്ത് പാട്ടീലും ഇതേ സമയം അവിടെ എത്തിയിരുന്നു എന്ന അഭ്യൂഹങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. വിവരമറിഞ്ഞ സുനേത്ര പവാർ തൽക്കറയെ നേരിട്ട് വിളിച്ച് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയും വിശദീകരണം തേടുകയും ചെയ്തതോടെ തർക്കം പരസ്യമായി. അജിത് പവാറിന്റെ വിയോഗത്തിന് ശേഷം പാർട്ടി പൂർണ്ണമായും പവാർ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലാക്കാൻ സുനേത്ര ശ്രമിക്കുന്നുവെന്നതാണ് മുതിർന്ന നേതാക്കളുടെ പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച പുതിയ ഭാരവാഹി പട്ടികയിൽ പ്രഫുൽ പട്ടേൽ, സുനിൽ തത്കറെ, ഛഗൻ ഭുജ്ബൽ എന്നിവരെ തഴഞ്ഞു. പകരം സുനേത്രയുടെ മക്കളായ പാർത്ത് പവാറിനും ജയ് പവാറിനും സുപ്രധാന ദേശീയ പദവികൾ നൽകി. തങ്ങളെ വെറും റബ്ബർ സ്റ്റാമ്പുകളാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണിപ്പോൾ പഴയ അജിത് പവാർ പക്ഷത്തെ പ്രമുഖർ. സുനേത്ര പവാറിന്റെ പാർട്ടി അധ്യക്ഷ പദവിയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് നിയമപരമായ നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. സുനേത്രയെ ദേശീയ അധ്യക്ഷയായി തെരഞ്ഞെടുത്തത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കാണിച്ച പാർട്ടി നാഷണൽ സെക്രട്ടറി സച്ചിദാനന്ദ സിംഗ് ലീഗൽ നോട്ടീസ് അയച്ചു. അജിത് പവാറിന്റെ മരണശേഷം പാർട്ടി ഭരണം താൽക്കാലികമായി പ്രഫുൽ പട്ടേലിന് നൽകാൻ ഭരണഘടനാ ഭേദഗതി ചെയ്തിരുന്നുവെന്നും അത് മറികടന്നാണ് സുനേത്ര പദവിയിലെത്തിയത് എന്നുമാണ് ആരോപണം. ഇതിന് പിന്നിലും പട്ടേലിന്റെ ബുദ്ധിയുണ്ട് എന്നാണ് വിലയിരുത്തൽ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം പടിവാതിക്കൽ എത്തി നിൽക്കെ എൻസിപിയിലെ ഈ ആഭ്യന്തര യുദ്ധം മഹായുദ്ധി സഖ്യത്തെയും പ്രതിസന്ധിയിലാക്കുന്നു. ശരത് പവാർ പക്ഷവുമായി ലയിച്ച് തങ്ങളുടെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ പ്രഫുൽ പട്ടേലും കൂട്ടരും ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയവും ശക്തമാണ്. പാർട്ടിയുടെ അധികാരം തിരിച്ചുപിടിക്കാൻ പ്രഫുൽ പട്ടേലും തൽക്കറയും നടത്തുന്ന ഈ നീക്കങ്ങളെ സുനേത്ര പവാർ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഇനിയും അറിയേണ്ടത്. എന്തായാലും ബാരാമതിയിലെ തോൽവിക്കു ശേഷം രാജ്യസഭയിലൂടെയും ഉപമുഖ്യമന്ത്രി പദത്തിലൂടെയും രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ശ്രമിക്കുന്ന സുനേത്ര പവാറിന് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഏൽക്കുന്ന ഈ അടിയൊഴുക്കുകൾ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ സൂചനയാണ് നൽകുന്നത്. വളരെ അപ്രതീക്ഷിതമായി ബാരാമതിയിൽ വെച്ചുണ്ടായ ഒരു വിമാന അപകടത്തിലാണ് അജിത് പവാർ മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തോടെ പാർട്ടിയിൽ വലിയൊരു നേതൃത്വ ശൂന്യതയുണ്ടായി. തുടർന്ന് അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ പാർട്ടിയുടെ പുതിയ അധ്യക്ഷയായി മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായും ചുമതലയേറ്റു. എന്നാൽ ഈ പെട്ടെന്നുള്ള അധികാരമാറ്റം പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അജിത് പവാർ മരിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രഫുൽ പട്ടേൽ, സുനിൽ തത്കറെ എന്നിവർ പാർട്ടി തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിച്ചതായി ആരോപണമുണ്ട്. പ്രഫുൽ പട്ടേൽ, സുനിൽ തത്കറെ എന്നിവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കത്തയക്കുകയും ചെയ്തു. ദേശീയ അധ്യക്ഷന്റെ അഭാവത്തിൽ പാർട്ടിയുടെ പൂർണ്ണമായ അധികാരവും തീരുമാനങ്ങളും വർക്കിംഗ് പ്രസിഡന്റായ പ്രഫുൽ പട്ടേലിൽ നിക്ഷിപ്തമായിരിക്കുമെന്ന തരത്തിൽ പാർട്ടിയുടെ ഭരണഘടന മാറ്റണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. സുനേത്ര പവാറോ മകൻ പാർത്ത് പവാറോ അറിയാതെയായിരുന്നു ഈ നീക്കം. വിവരമറിഞ്ഞ സുനേത്ര പവാർ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയും താൻ അധ്യക്ഷയാകുന്നതിന് മുൻപ് ഈ നേതാക്കൾ നടത്തിയ ആശയവിനിമയങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇലക്ഷൻ കമ്മീഷന് മറുപടി കത്തയക്കുകയും ചെയ്തു. തനിക്കെതിരെ മുതിർന്ന നേതാക്കൾ നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കിയ സുനേത്ര പവാർ പാർട്ടിയുടെ ദേശീയ ഭാരവാഹികളുടെ പുതിയ പട്ടിക പുറത്തിറക്കി ശക്തമായ തിരിച്ചടി നൽകി. ഇതിൽ പ്രഫുൽ പട്ടേൽ, സുനിൽ തത്കറെ, ഛഗൻ ഭുജ്ബൽ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ പ്രധാന ദേശീയ പദവികളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി. പകരം തന്റെ മക്കളായ പാർത്ത് പവാറിനെ നാഷണൽ ജനറൽ സെക്രട്ടറിയായും ജയ് പവാറിനെ നാഷണൽ സെക്രട്ടറിയായും നിയമിച്ചു. ഇത് പ്രഫുൽ പട്ടേൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ കൂടുതൽ ചൊടിപ്പിച്ചു. പാർട്ടിയിൽ തങ്ങൾ പൂർണ്ണമായും പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന തോന്നൽ ഇവർക്കുണ്ടായി. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ വസതിയിൽ വെച്ച് പ്രഫുൽ പട്ടേലും തത്കറയും സുനേത്രയെ അറിയിക്കാതെ നടത്തിയ അർദ്ധരാത്രി കൂടിക്കാഴ്ച പാർട്ടിയെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ശരത് പവാറിന്റെ പാർട്ടി ബിജെപിയുടെ NDA സഖ്യത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ഭയം അജിത് പവാർ പക്ഷത്തെ MLA-മാർക്കുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ വലിയ രാഷ്ട്രീയ പരിചയവും കൂടുതൽ ലോക്സഭാ എംപിമാരുള്ള ശരത് പവാറിനായിരിക്കും സഖ്യത്തിൽ കൂടുതൽ വിലപേശൽ ശക്തി ലഭിക്കുക. ഇത് സുനേത്ര പവാറിന്റെയും അവരുടെ പാർട്ടിയുടെയും പ്രസക്തി ഇല്ലാതാക്കുമെന്ന് ഒരു ഭാഗം ഭയക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.